അഡ്വക്കേറ്റ് സൈമൺ ചാക്കോ കോഴിക്കോട് വക്കീൽ മാഫിയയുടെ ആറാമത്തെ കണ്ണിയാണോ? ശിഖണ്ഡി ആന്റണിയും കൊട്ടേഷൻ ബലാത്സംഗി ആയത്തുപടി ആകാശും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 22 ഫെബ്രുവരി 2026 ഞായറാഴ്ച. ഇന്ന് വെളുപ്പിന് 12:05 കോഴിക്കോട് എൻ്റെ മൂത്ത പെങ്ങളും അളിയനും താമസിക്കുന്ന ഫ്ലാറ്റിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. ഈ പ്രശ്നം ഉണ്ടാക്കിയത് കോഴിക്കോടുള്ള എൻ്റെ വീട്ടിൽ അനധികൃതമായി താമസിക്കുന്ന എൻ്റെ അനിയൻ അർദ്ധ സഹോദരൻ ആൻ്റണിയും ആൻ്റണിയുടെ കൂടെ വന്ന എൻ്റെ അമ്മയുമാണ്. ഇവർ ഈ പാതിരാത്രിക്ക് വന്നു പെങ്ങളും അളിയനും താമസിക്കുന്ന വീട്ടിൽ. കാരണം അവിടെ പെങ്ങളുടെ മകളും ഭർത്താവും 2 കൊച്ചുമക്കളും ഇന്ന് വന്ന് താമസിക്കാൻ വന്നു. വരാനുള്ള കാരണം ഇവർ മൈലള്ളാംപാറയിലാണ്. മൈലള്ളാംപാറയിൽ നിന്ന് ഈ കൊച്ചിന്, അതായത് പെങ്ങളുടെ മകൾക്ക് ഇന്ന് കോഴിക്കോട് ടെറ്റ് പരീക്ഷയുണ്ട്. 2018 മുതൽ പരീക്ഷ എഴുതിയ തുടങ്ങിയ ഈ കൊച്ച് ഇതുവരെ ടെറ്റ് പരീക്ഷ പാസ്സായിട്ടില്ല. കാരണം അതിൻ്റെ ഇടയിൽ കുറേ അപകടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഈ പെങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിലേക്കാണ് എൻ്റെ അർദ്ധ സഹോദരൻ ഗുണ്ടയായ അവൻ കടന്നു വരുന്നതും ഇവരെ കൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് നോക്കുന്നതും. അപ്പോൾ ഈ ഭർത്താവ് ആകാശ് എന്നാണ് അവൻ്റെ പേര്, മലയാളംപാറയിൽ. അവൻ ഈ മൂത്ത കൊച്ചിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പം ഈ എൻ്റെ അർദ്ധ സഹോദരൻ ആ കൊച്ചിനെ എടുക്കാൻ പോയി. അപ്പോൾ ആ കൊച്ചു പോയില്ല, അനിമാമൻ്റെ അടുത്തേക്ക് പോയില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ കൊച്ചിൻ്റെ അപ്പൻ ഈ ആകാശ് എന്ന് പറഞ്ഞ് കള്ളുപിടിച്ചിട്ടുണ്ട്. ഇവൻ ആ കൊച്ചിനെ നന്നായിട്ട് തല്ലി. അപ്പോൾ എൻ്റെ പെങ്ങളുടെ ഭർത്താവ് പോള് എന്നാണ് അവൻ്റെ പേര്, അവനും കള്ളുപിടിച്ചിട്ടുണ്ട്. ഇവർ കള്ളുപിടിക്കുമ്പോൾ ഇവർ ഒരുമിക്കും. പക്ഷേ അവൻ ആ കൊച്ചിനെ തല്ലിയിട്ട് ഈ ദേഷ്യം പിടിച്ചിട്ട് ഈ ആകാശ് കയറി വന്നിട്ട് എന്തുണ്ടായി, എൻ്റെ പെങ്ങളെ തെറി പറഞ്ഞു, ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഈ കരച്ചിൽ കേട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയ പോള് എന്ന് പറഞ്ഞ എൻ്റെ അളിയനെ എൻ്റെ അർദ്ധ സഹോദരൻ ആൻ്റണി എന്ന് പറഞ്ഞവൻ കയ്യേറ്റം ചെയ്തു, കൊഞ്ഞാക്കി പിടിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഷർട്ട് വലിച്ചു കയറി. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് അങ്ങനെയാണെങ്കിൽ നടക്കാവ് പോലീസിൽ പോയിട്ടൊന്ന് പറയാൻ. പോലീസിൽ പോയിട്ട് കാര്യമില്ല, നടക്കാവ് പോലീസിൽ പോയിട്ട് ഒരു കാര്യമില്ല, അതൊക്കെ അവരൊക്കെ ഇവർ പറയണതൊക്കെ കേൾക്കുള്ളുന്നുണ്ട്. പുള്ളി മടുത്തു. നടക്കാവ് പോലീസിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇപ്പം മൂത്താളിയൻ. ഇതിനു മുമ്പ് 2021 ഒരു കാരണവുമില്ലാതെ ഒരു വണ്ടി നിറച്ച് പോലീസുകാർ വന്നിട്ട് ഈ അളിയനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ സംഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞത്രയേ ഉള്ളൂ, എൻ്റെ മൂത്ത പെങ്ങളെ ഉപദ്രവിക്കാനായിട്ട് കോഴിക്കോട് നിന്ന് ഓടിക്കാനും എൻ്റെ അർദ്ധ സഹോദരൻ അനിയൻ ശ്രമിക്കുന്നുണ്ട്. പല തവണ ഈ ആൻ്റണി എന്ന് പറഞ്ഞ ഫ്രോഡ് അവൻ എൻ്റെ മൂത്ത പെങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, കയ്യേറ്റം ചെയ്ത് സ്മാർട്ട് ഫോൺ തട്ടിപ്പറിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ബലാത്കാരമായിട്ട്. ഇതിനൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. കേസ് കൊടുത്തതിൻ്റെ എല്ലാ രേഖകളും ഞാൻ പബ്ലിഷ് ചെയ്യും, കൃത്യമായിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യും. ഒരു കേസും ഇതുവരെ ഒരു തുമ്പുണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴിക്കോടുള്ള എൻ്റെ വീട് തട്ടിയെടുക്കാൻ വേണ്ടി ഇതിൻ്റെ പുറകിൽ ഒരു വക്കീൽ മാഫിയ തന്നെയുണ്ട്. ഈ വക്കീൽ മാഫിയ എല്ലാം കൂടി ചേർന്നിട്ട് പറഞ്ഞിട്ടോ എന്താണെന്ന് അറിയില്ല, ഈ എൻ്റെ അർദ്ധ സഹോദരൻ ആൻ്റണിയും എൻ്റെ അർദ്ധ സഹോദരി ട്രീസിയും അവർ തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് ആൻ്റണിയുടെ ആദ്യത്തെ അമ്മായിമ്മ പോലും പറഞ്ഞിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെ കള്ള കേസ് കൊടുത്തു. 2021 മുതൽ ഇന്ന് വരെ 7 കേസുകൾ എൻ്റെ കുടുംബത്ത് കിടന്ന് കളിക്കുന്നുണ്ട്. എനിക്ക് 10-60 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. അപ്പോൾ ഇവർ കൊടുത്ത കേസുകളെല്ലാം പൊട്ട കേസുകളാണ്. നമ്മൾ കൊടുത്ത അതിന് ബദലായിട്ട് നമ്മൾ കൊടുത്ത എല്ലാ കേസും നല്ല പ്രൊഫൗണ്ടായിട്ടുള്ള ആധികാരികമായ നല്ല കേസാണ്. പക്ഷേ കോടതിയിലെത്തുമ്പം ഈ പൊട്ട കേസാണ് താൽക്കാലികമായിട്ട് ഇപ്പോൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം കൊടുത്ത കേസ് OS 43, അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോണിയ എന്ന് പറഞ്ഞ ഒരു വക്കീൽ, അതിന് കിട്ടിയ ഇഞ്ചക്ഷൻ ഓർഡർ അത് അവളുടെ സ്വന്തം താല്പര്യത്താലോ അല്ലെ വക്കീൽ മാഫിയയുടെ പ്രചോദനത്താലോ അത് പൂത്തിവെച്ചു, അത് ഒളിപ്പിച്ചു വെച്ചു. അതിൽ നിന്ന് പൊട്ടിമുളച്ച് ഉണ്ടായതാണ് ബാക്കി എല്ലാ കേസുകളും. അങ്ങനെ ഈ 43 എന്നുള്ള കേസ് സോണിയ കള്ളത്തരം ചെയ്തതെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ എന്ത് ചെയ്തു, അത് വാങ്ങിയിട്ട് സൈമൺ ചാക്കോ എന്ന് പറഞ്ഞ കോഴിക്കോട് ഉള്ള ഒരു വക്കീലിനെ ഏൽപ്പിച്ചു. ഈ സൈമൺ ചാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ വലിയൊരു വക്കീലിൻ്റെ മകനാണ്, ഇളയമാനാ. അയാൾക്ക് വേറെ 2 വക്കീൽമാരുണ്ട്. അതിലൊന്ന് ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്താണ്, വേറൊരു വക്കീൽ കോഴിക്കോടുണ്ടായിരുന്നു, മരിച്ചുപോയി കൊറോണ സമയത്ത്. അപ്പോൾ ഈ സൈമൺ വക്കീലും വലിയ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. ഈ സൈമൺ വക്കീലിനെ ഏൽപ്പിച്ച് തന്നത് കോഴിക്കോട് അശോകരം പള്ളി ഉള്ള ഒരാളാണ് എൻ്റെ വീടിൻ്റെ അടുത്ത്. അയാൾ ഒരു പന്നി വളർത്തുകാരനാണ്. എൻ്റെ പേര് ജോസഫ് ചെർമേൽ. ഇയാളാണ് കാണിച്ചിരുന്നത്.
ഇവർ രണ്ടുപേരും കൂടെ വെറും ചതിയാണ് ചെയ്തിട്ടുള്ളത്. ഈ OS 43 എന്നുള്ള കേസ് കൊളാക്കി പിന്നെ അവരും തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അത്രയേ ഉള്ളൂ. കോഴിക്കോട് ഒരു വക്കീൽ മാഫിയുണ്ട്. ഈ വക്കീൽ മാഫിയ കേസുകൾ വാദിച്ച് ജയിക്കാതെ അതിന് കിട്ടിയ ഇഞ്ചക്ഷൻ ഓർഡർ മറച്ചു വെച്ച് കള്ളത്തരം കാണിച്ചിട്ട് ആണ് ഓരോ കേസുകളും താൽക്കാലികമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കള്ളത്തരം പിടിച്ചിട്ട് നമ്മൾ വേറൊരു വക്കീലിനെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക? ഇപ്പോൾ പ്രഷർ ചെലുത്തിയിട്ടോ എങ്ങനെയാണെന്ന് അറിയില്ല, ഈ വക്കീലുമാരും കൂടി മാഫിയയുടെ ഒരു അംഗമായിട്ട് വരികയാണ്. അതായത് ആദ്യം ഒറ്റയാൾ പട്ടാളം എന്ന് പറഞ്ഞാൽ ഒറ്റയാൾ മാഫിയ അടിച്ചു കൊണ്ടാവാൻ നോക്കിയ സാധനം അത് വേറെ ആൾക്കാർ നമ്മൾ കേസ് ഏൽപ്പിക്കുമ്പോൾ അവരും കൂടി ഓട്ടോമാറ്റിക്കായിട്ട് അയാളുടെ വലയിലാവാണ്. അതായത് മാഫിയ ഇങ്ങനെ വലുതായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര കേസുകൾ എത്ര പുതിയ വക്കീൽമാരെ ഏൽപ്പിക്കുന്നോ അവരെല്ലാവരും എന്തുണ്ടാവും? വക്കീൽ മാഫിയയുടെ ഒരു ഭാഗമായിട്ട് വരികയാണ്. ഈ വക്കീൽ മാഫിയ എന്താണ് ചെയ്യിക്കുന്നത്? അർദ്ധ സഹോദരൻ ആൻ്റണീനെ ശിഖണ്ഡിയായ അവനെ മുന്നിൽ വെച്ചിട്ടാണ് ഈ വക്കീൽ മാഫിയ കൊണ്ടു നടക്കുന്നത്. ഈ ട്രീസ എന്ന് പറഞ്ഞ അർദ്ധ സഹോദരിയും അവളുടെ മകളും കൂടിയാണ് എനിക്കെതിരെ കേസ് കൊടുത്ത് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കേസുകൾ എന്താണ് ഓരോന്നായിട്ട് ഇങ്ങനെ തള്ളിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. 2 കേസ് തള്ളിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ തള്ളിപ്പോയി കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവണം എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോണിയ എന്ന് പറഞ്ഞ വക്കീൽ ചാര വക്കീലാണോ കറിവേപ്പില വക്കീലോ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരൊറ്റ വീഡിയോ അത് കഴിഞ്ഞിട്ട് 2 വീഡിയോ കൂടി ചെയ്യാണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ മൊത്തം പൊട്ടും. ഈ കോഴിക്കോടുള്ള വക്കീൽ മാഫിയ പൊട്ടും. ഈ കേസുകളിൽ ഇറങ്ങിയിട്ടുള്ള വക്കീൽമാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള നാണം കെട്ട ഒരു സിറ്റുവേഷനിലേക്ക് അവർ വരും, നിർബന്ധമായിട്ട് വരും. കാരണം ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിൽ കറപ്ഷൻ ഉണ്ട്, കള്ളത്തരം ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് എല്ലാവർക്കും അറിയാം. അത് ന്യൂസുകളിൽ വന്ന് കേട്ട് കാണുകയാണ്. പക്ഷേ നമ്മൾ ഈ കള്ളത്തരം തെളിയിക്കാൻ വേണ്ടി ഒരു വക്കീലിനെ ഏൽപ്പിക്കുമ്പോൾ അയാൾ കള്ളത്തരം കളിച്ച് നമ്മളുടെ സാധനം അടിച്ചുകൊണ്ട് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ്. അത് എന്താണ് പറയണത്? അത് വഞ്ചന, വിശ്വാസ വഞ്ചനയാണ്, അത് മാഫിയയാണ്. അങ്ങനെ ഒരു സംഭവം കോഴിക്കോടുണ്ട്. അതിൻ്റെ തലവൻ ആരാണെന്നും അതിൽ ആരൊക്കെ വന്നു വിട്ടിട്ടുണ്ടെന്നും ഞാൻ പിന്നീട് പറയും. 2 പേര് ഞാനിപ്പോൾ പറഞ്ഞു. അത് തുടങ്ങിയത് സോണിയ എന്നുള്ള ഒരു വക്കീലാണ്. ആ വക്കീലിനെയാണ് നമ്മൾ ആദ്യത്തെ കേസ് ഏൽപ്പിച്ചത്. പിന്നെ ആ കേസ് സോണിയൻ്റെ കയ്യിൽ നിന്ന് മാറ്റി ഏൽപ്പിച്ച ആളാണ് സൈമൺ ചാക്കോ. അയാൾ ചതിച്ചു, കൊടും ചതിയാണ് അയാൾ ചെയ്തത്. ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. വേറെ എക്സ്ട്രാ വീഡിയോ ആയിട്ട് വരും. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേസിനെ പറ്റി അന്വേഷിക്കാൻ പോയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. സംഗതി മൂവ് ചെയ്യില്ല. കാരണം ഇവർക്കൊക്കെ പേടി കുടുങ്ങിയിട്ടുണ്ട്. ഈ വക്കീൽമാർക്ക് മൊത്തം പേടി കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇനി എന്താ ചെയ്യാനുള്ളത്? കേസ് നമ്മൾ നടത്താൻ എങ്ങനെയും ആളില്ലാതാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ശിഖണ്ഡിയായ എൻ്റെ അർദ്ധ സഹോദരൻ ആൻ്റണി, പൊട്ടനാണ്, വെറും പൊട്ടൻ. അവൻ ആ കേസ് എടുത്ത് വായിച്ച് നോക്കിയാൽ അറിയാം അവനെ കൊടുക്കാനാണ് ഈ വക്കീൽ മാഫിയ നിൽക്കണമെന്ന് അവന് അറിയാൻ പറ്റും. പക്ഷെ അവന് എഴുതാനും വായിക്കാനും അറിയില്ലല്ലോ. കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് വായിൽ മറ്റേ എന്തായാലും പറയുക, ഈ സാധനം ഉണ്ടല്ലോ, ഹാൻസ് വെച്ചിട്ടാണ് അവൻ നടക്കുന്നത്. പിന്നെ അവൻ്റെ കൂട്ടുകാരൊക്കെ പറയും, ഈ പറഞ്ഞ പോലെ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല രസം എന്ന് പറഞ്ഞ പോലെ, ആൻ്റണി ഈ ഉടറാ, ഈയും കൂടിക്കോ, ഈയും പിടിച്ചോളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കയറ്റും. കൂടെ ഇരുന്ന് വെള്ളം അടിക്കാമല്ലോ ഫ്രീ ആയിട്ടൊക്കെ. അപ്പം അതുകൊണ്ട് അവനിങ്ങനെ പൊങ്ങി നടക്കുകയാണ്. ഇവനൊരു നാർസിസിസ്റ്റാണ്. നാർസിസിസ്റ്റ് എന്ന ആൾക്കാർ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഈ മറ്റേ നന്മപരമായിട്ട് നിന്ന് രാജകീയമായിട്ട് വാഴാൻ വേണ്ടിയിട്ട് സ്വന്തം പാരൻസ്, അപ്പനെയും അമ്മേനെയും കൊല്ലാൻ ചാൻസ് ഉള്ള ആൾക്കാരാണ് ഈ നാർസിസിസ്റ്റുകൾ. ഇവൻ അങ്ങനെ ഒരാളാണ്. എൻ്റെ അപ്പൻ്റെ മകനല്ല അവൻ. എൻ്റെ അപ്പന് മദ്യം വാങ്ങിക്കൊടുത്ത് രോഗിയാക്കി ആശുപത്രി പറഞ്ഞ ചികിത്സ നിഷേധിച്ചിട്ട് അപ്പനെ കൊലയ്ക്ക് കൊടുത്തവനാണ് ഈ ആൻ്റണി എന്ന് പറഞ്ഞ അർദ്ധ സഹോദരൻ. അപ്പൻ്റെ സ്ഥലം അടിച്ചു മാറ്റി 50 ലക്ഷം കൊണ്ടുപോയിട്ട് ഈ 50 ലക്ഷം കൊണ്ടാണ് ട്രീസ എന്ന് പറഞ്ഞ അർദ്ധ സഹോദരി ഗാലക്സി ഫ്ലാറ്റിൽ ഒരു ഫ്ലാറ്റ് വാങ്ങി രാജകീയമായിട്ട് ഇപ്പോൾ താമസിക്കുന്നത്. ഇവരാണ് എനിക്കെതിരെ കേസ് കൊണ്ടുകൊണ്ട് നടക്കുന്നത്. ഈ ആൻ്റണി എന്ന് പറഞ്ഞവനെ 3.5 വർഷം ജർമ്മനിൽ കൊണ്ടുപോയി പൊന്നുപോലെ എൻ്റെ മകനെ പോലെ ഞാൻ നോക്കി ഒരു എന്താണ് പറയുക, എന്തെങ്കിലും ഒരു നിലനിൽപ്പുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളാണ് ഞാൻ. എന്നിട്ട് ആ പാൽ കൊടുത്ത കൈക്കാണ് അവൻ കയ്യിൽ കടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആൻ്റണി എന്ന് പറഞ്ഞവൻ മാവൂർ പള്ളിപ്പിരിവിന് വന്ന ഒരു KS ബേബി എന്ന് പറഞ്ഞ ഒരു ബലാത്സംഗം ഉണ്ട്, അവൻ്റെ മോനാണ്. ഈ KS ബേബി വീട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മേനെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടായതാണ് ഈ ആൻ്റണി എന്ന് പറഞ്ഞ മകൻ. അപ്പോൾ
അതിനൊരു അനുരഞ്ജനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ താമരശ്ശേരി ബിഷപ്പിനെയും അച്ഛന്മാരെയും എല്ലാം സമീപിച്ചിട്ടുണ്ട്. അവരൊന്നും അനങ്ങില്ല. കാരണം പള്ളിൻ്റെ ഉള്ളിൽ ഒരു വകതിരിവുണ്ട്, ഒരു വർണ്ണവിവേചനമൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. ഞാൻ ഈ KS ബേബീൻ്റെ മകനോട് സംസാരിച്ചു. അയാൾക്ക് വിവാഹത്തിലുണ്ടായൊരു മകനുണ്ട്, കുഞ്ഞുമോനോട് സംസാരിച്ചു. ഈ കുഞ്ഞുമോൻ എൻ്റെ അമ്മ വേശ്യ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്തു. മാത്രമല്ല അവൻ എൻ്റെ അപ്പനെ വിളിച്ചു. എൻ്റെ അപ്പനെ വിളിച്ചു, വേറെ അത് പിന്നെ പറയാം. മാത്രമല്ല എനിക്കൊരു ഭീഷണിയും തന്നിട്ടുണ്ട്. ഞാൻ ഇതിനൊന്നും കേസൊന്നും കൊടുത്തിട്ടില്ല. കാരണം എന്താണ്, നമ്മൾ ആവശ്യത്തിലേറെ കേസ് ഇപ്പം നമ്മളെ കുടുംബത്തിലുണ്ട്. ഈ പ്രശ്നങ്ങൾ അറിയിക്കുന്ന ആൾക്കാരും ഇതിൽ ഇൻഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരും നമ്മൾ ബന്ധപ്പെടുമ്പോൾ എന്തുണ്ട്, അവിടെ ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. കോഴിക്കോട് വക്കീൽ മാഫിയ അർദ്ധ സഹോദരനായ എൻ്റെ അനിയൻ ആൻ്റണീനെ വെച്ചുകൊണ്ട് പൊട്ട കേസുകളുമായിട്ട് മുന്നോട്ട് പോയിട്ട് എൻ്റെ വീട് അടിച്ചു മാറ്റാനായിട്ട് നോക്കുന്നുണ്ട്. ഇതാണ് സത്യം. ഇത് ആ ട്രീസയ്ക്കും, അതായത് എൻ്റെ അർദ്ധ സഹോദരി ട്രീസയ്ക്കും ഈ അർദ്ധ സഹോദരൻ ആൻ്റണിക്കും ആ കേസുകൾ എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അത് മനസ്സിലാവും, പക്ഷെ അത് വായിക്കില്ല. ഇതാണ് സംഭവം. അപ്പോൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള എൻ്റെ മൂത്ത സഹോദരിയെ ബുദ്ധിമുട്ടിക്കാനും ദോഷം വരുത്താനും എന്തെങ്കിലും ചെയ്യാനും വേണ്ടിയിട്ട് ഈ ആൻ്റണിക്ക് ഇപ്പോൾ കൂട്ടുകാരനായിട്ട് മകളുടെ ഭർത്താവ്, ഈ മൂത്ത പെങ്ങളുടെ മകളുടെ ഭർത്താവ് കൂലിത്തല്ലായിട്ട് നടക്കുന്ന ഈ ആയത്തുപടി ആകാശം ഉണ്ടെന്നാണ് എൻ്റെ സംശയം. എൻ്റെ വീട് കോഴിക്കോടുള്ള വീട്ടിൽ ഈ ആൻ്റണി കയറിയിട്ട് നിയമവിരുദ്ധമായി കയറാൻ പോലും അവന് അനുവാദം ഞാൻ കൊടുത്തിട്ടില്ല. അവനവിടെ ഉഴിച്ചിലും പരിപാടിയും ഫിസിയോതെറാപ്പിയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 6 വർഷമായിട്ട് വ്യാജ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് നടക്കണ അവന് എതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഇവൻ കുടുംബത്തിലുള്ള പലരെയും ദുരുപയോഗിച്ചിട്ടുണ്ട്. ഇവൻ എൻ്റെ മൂത്ത പെങ്ങളെ ദ്രോഹിക്കാൻ നടക്കുകയാണ്. ഇവന് കൂട്ടായിട്ട് പിടിച്ചേക്കുന്നത് ഈ മൂത്ത പെങ്ങളുടെ മകളുടെ ഭർത്താവിനെയാണ്, ആകാശ് എന്ന് പറയുന്നവൻ. ഇവൻ എങ്ങനെയാണ് ഭർത്താവായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആൻ്റണിയും ട്രീസയും പറഞ്ഞു വിട്ടതാണോ എന്ന് പോലും ഇപ്പോൾ എനിക്ക് സംശയമുണ്ട്. കാരണം കേസിൻ്റെ പുറകെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മൂത്ത പെങ്ങൾ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ മൂത്ത പെങ്ങളുടെ മകളെ 3 രാത്രികളിൽ കുപ്പായക്കോട്, താമരശ്ശേരി കുപ്പായക്കോടുള്ള സ്ഥലത്ത് വിളിച്ചുകൊണ്ട് പോയി. ഇവൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് അവിടുത്തെ കുരിശുപള്ളീൻ്റെ മുമ്പിൽ വെച്ച് ആദ്യം പിടിക്കാൻ പോയി, ഇവൾ കുതിരയോടി. 2ാമത്തെ പ്രാവശ്യം വന്നിട്ട് എന്തൊക്കെയോ ചെയ്തവൻ പോയി, അതിപ്പോഴും ഓടി. 3ാമത്തെ പ്രാവശ്യം ബലമായി പിടിച്ചു വെച്ച് ബലാത്സംഗം ചെയ്തു. കുരിശുപള്ളീൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഈ ആയത്തുപടി ആകാശ് എന്ന് പറഞ്ഞവൻ എൻ്റെ മൂത്ത പെങ്ങളുടെ മകളെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കി കൊറോണ സമയത്ത്. എന്നിട്ട് അവസാനം പിടിച്ചു. സ്കാൻ ചെയ്തപ്പോൾ എല്ലാവരും വിചാരിച്ചു കൊറോണ ആയിട്ടാണ് ഇവൾക്ക് വയറുവേനാന്ന്. നോക്കിയപ്പോൾ എന്താ ഗർഭിണിയാണ്. ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. അവസാനം ഞാൻ ചോദിച്ചു, എൻ്റെ മൂത്ത പെങ്ങളും ചോദിച്ചു, അവൾ കാര്യം പറഞ്ഞു. ഇവനെ വിളിച്ച് ചോദിച്ചപ്പം ഇവൻ പറയാം, ഇങ്ങനെ ഈ മകളെ ഇവൻ കണ്ടിട്ടേ ഇല്ല, അറിയേയില്ല എന്ന്. ഇനി ഈ പ്രശ്നം കൊണ്ട് വന്നു കഴിഞ്ഞാൽ, ഇത് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കും. ഇവൻ കൂട്ടുകാരെ വിളിച്ച് വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാകുമെന്ന് എൻ്റെ അളിയൻ പോളിനോടും അളിയൻ്റെ മകനോടും പറഞ്ഞിട്ട് അങ്ങനെ പോയ അത്രയും ഒരു ഗുണ്ടയാണ് അവൻ, എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. അപ്പോൾ ഇവൻ കൊട്ടേഷനാണ് ആൾ. ഇവനും ഈ ആൻ്റണിയും കൂടെ ഒരുമിച്ചിട്ടാണ് ഇപ്പോൾ നമുക്ക് എതിരെ കളിക്കുന്നത്. അപ്പോൾ ഈ ആൻ്റണിക്ക് ഒറ്റയ്ക്ക് ധൈര്യമില്ല. അവന് ധൈര്യം ഉണ്ടായിരുന്നൊരു അളിയനുണ്ട്, ജസ്റ്റിൻ എന്ന് പറഞ്ഞ അളിയൻ. അവൻ ഈ കേസിലൊക്കെ പെട്ടിട്ട് ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. അതിൻ്റെ പുറകിലും ആരാണുള്ളതെന്ന് ഞാൻ പിന്നീട് പറയുമായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ പറയാനുള്ള വക്കീലുമാർ, കോഴിക്കോടുള്ള കുറച്ച് വക്കീലുമാർ, ഒരാളൊന്നുമല്ല, ഇതൊരു ഗൂഢസംഘമാണ്, ഒരു ഗ്രൂപ്പ്, മാഫിയ ഗ്രൂപ്പാണ്, അത് പവർ ഗ്രൂപ്പാണ്. അതിനൊരു തലവനുണ്ട്. ഇവരെല്ലാം കൊടുക്കാൻ പോകും. യൂട്യൂബിൽ ഞാൻ അവരുടെ സാധനം, അവർ പറഞ്ഞ അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കാണിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും അവരുടെ കുടുംബങ്ങൾ പോലും, ഈ വക്കീൽമാരുടെ കുടുംബാംഗങ്ങൾ പോലും അവരെ തള്ളിപ്പറയും. അവരുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പാനും വരെ ചാൻസ് ഉണ്ട്. അത്തരത്തിലുള്ള നികൃഷ്ടമായ പ്രവർത്തികളാണ് വക്കീൽ എന്ന് പറഞ്ഞ് ഈ കൂട്ടിട്ട് നടക്കുന്ന യുവന്മാർ ചെയ്തിട്ടുള്ളത്. കള്ളത്തരം. പണ്ട് വെടിയുണ്ട വിഴുങ്ങിയ വക്കീൽമാരുണ്ടായിട്ടുണ്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത് ഡിജിറ്റൽ യുഗമാണ്. നിങ്ങൾ എന്ത് കള്ളത്തരം കാണിച്ചാലും അത് പുറത്ത് വരും. ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് വരും. നിങ്ങൾ ഒരു കള്ളത്തരം കാണിച്ചാൽ നിങ്ങൾക്ക് 100 കള്ളത്തരം കാണിക്കേണ്ടി വരും. നിങ്ങൾ 100 കള്ളത്തരം കാണിച്ചാൽ 1000 കള്ളത്തരം കാണിക്കേണ്ടി വരും. ഇതിലെല്ലാവരും കൂടുന്നവരൊക്കെ നമ്മൾ കേക്ക് മുറിക്കുമ്പോൾ എനിക്കൊരു കഷ്ണം വേണമെന്ന് പറഞ്ഞാൽ അതിൽ കൂടെ കൂടിയിട്ടുള്ള ആൾക്കാരാണുള്ളത്. ഇത് സ്വർണം പൊട്ടിക്കുന്ന പോലെയാണ് സംഭവം. സ്വർണം കൊണ്ടുപോകുന്ന ഒരു വണ്ടീൻ്റെ പുറകെ ഒരു വണ്ടി, അതിന്ന് കക്കാൻ വേറെ വണ്ടി. അതേപോലെയാണ് ഭൂമാഫിയ, വക്കീൽ മാഫിയ. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാം വിറ്റു തുലയ്ക്കാനാണ് ഇവന്മാർ നോക്കുന്നത്. അതിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് ഈ പറഞ്ഞ ഈ പൊട്ടൻ ശിഖണ്ഡി, ഈ കള്ളൂടിയനായ ഈ പൊട്ടൻ ആൻ്റണീനെ വെച്ചിട്ടാണ് ഇവർ നടക്കുന്നത്.
ഈ പൊട്ടനെ മര്യാദയ്ക്ക് വായിച്ചു നോക്കിയാൽ അറിയാം, ഇവനെ കറിവേപ്പില പോലെ വലിച്ചു തൂക്കി ഈ വക്കീൽമാർ എറിയാൻ വേണ്ടിയിട്ടാണ് അവനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതവൻ അറിയില്ല. ഇതൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഒരു ദിവസം എനിക്ക് എൻ്റെ അമ്മനോട് സംസാരിക്കാൻ സാധിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? 6 വർഷം കൊണ്ട് എനിക്ക് 10-60 ലക്ഷം ഈ കേസിന് ചിലവായി. അപ്പോൾ അവർ പറയണേ, നീ 60 ലക്ഷം കേസിന് വിലയ്ക്ക് എന്താ ഞങ്ങൾക്ക് തന്നാൽ പോരെയെന്ന്. അവർ എനിക്കെതിരെ കേസ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കേസ് നമുക്ക് ഞാൻ തിരിച്ച് അതിന് മറുപടി പറയണ്ടേ, വക്കീലിനാക്കണ്ടേ, എന്തൊക്കെ ചിലവുണ്ട്? 60 ലക്ഷം കൃത്യമായിട്ട് ഞാൻ പറയാം. 60 ഈ ചിറമൽ ജോസഫ് എന്ന് പറഞ്ഞ ആൾ എന്നെ 7 ലക്ഷത്തിൽ കൂടുതൽ പൈസ പറ്റിച്ചിട്ടുണ്ട്. അയാൾക്ക് 17,980,000 രൂപ ഞാൻ ഈ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പിന്നെ പറയാം. ആൻ്റണി എന്ന് പറയുന്നത് അശോകന ഇടവയിലുള്ളതാണ്. അവൻ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അവൻ നാർസിസിസ്റ്റാണ്. ഈ എല്ലാവർക്കും നന്മമരമായിട്ട് ഓടി നടക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ അവർ തോന്നുന്നുണ്ടാവും. അവൻ ഒരു പണിയും ചെയ്യാതെ തൊഴിൽ രഹിതനാണെന്ന് പറഞ്ഞിട്ട് നടന്ന് ഇപ്പം ഫിസിയോതെറാപ്പി ആയിട്ട് എൻ്റെ വീട്ടിൽ വ്യഭിചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന് കൂട്ടിന് വലിച്ചേക്കനാണ് ഇപ്പം എൻ്റെ മൂത്ത പെങ്ങളുടെ മകളുടെ ഭർത്താവിനെ ഒരു ഗുണ്ടയായിട്ട് നടക്കുന്നത്. ഇവരെല്ലാവരും കൂടെ എറണാകുളത്തു നിന്ന് ഒരു പെണ്ണിനെ ഇറക്കാൻ പോവാണ്. ഇപ്പം നിങ്ങൾക്ക് അറിയണമല്ലേ, മസാജും സ്പായും ഒക്കെ ഇതാണ് ഇവന്മാരുടെ പരിപാടി. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഈ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. പോലീസിനെ ഇന്ന് രാത്രി വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ആകാശ് എന്ന് പറയുന്നവൻ അവൻ്റെ കൊച്ചിനെ തല്ലാൻ പാടില്ല. 4 വയസ്സുള്ള കൊച്ചിനെ തല്ലാൻ പാടില്ല. അവൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് ബലാത്സംഗം ചെയ്തിട്ട് ഉണ്ടായ കുട്ടിയാണ് ഈ അവൻ്റെ മൂത്ത ഈ 4 വയസ്സുള്ള കുട്ടി. ഇവൻ ഈ മൂത്ത പെങ്ങളുടെ മകളെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഗൾഫിൽ പോയിട്ട് വരാം, എന്നിട്ട് നമുക്ക് കല്യാണം കഴിക്കാം, നീ ഇപ്പോൾ ഈ കൊച്ചിനെ അപഹരണം ചെയ്തോന്ന്. അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും, അവനും അവൻ്റെ അപ്പനും അമ്മയും പോലും ഈ കൊച്ചിനെ അബോർഷൻ ചെയ്യാൻ പറഞ്ഞ് നടന്നിട്ടുള്ള ആൾക്കാരാണ്. എൻ്റെ മൂത്ത പെങ്ങളും ഞാനും 2 പേര് മാത്രമാണ് ആ കൊച്ചിനെ അബോർഷൻ ചെയ്തത്. ആ കൊച്ചിനെ നീ പ്രസവിക്കണം, വളർത്തിക്കൊണ്ടുവരണം, കല്യാണം നമ്മൾ നിർബന്ധിച്ച് പ്രഷർ ചെലുത്തി പിടിച്ചു വെച്ച്, പാസ്പോർട്ട് പോലീസുകാർ പിടിച്ചു വെച്ചുകൊണ്ടാണ് അവൻ്റെ കല്യാണം പോലും നടന്നത്. പിടിച്ചു വെച്ച് കെട്ടിച്ചാണ് അവനെ. അപ്പോൾ അതിൻ്റെ ദേഷ്യം അവനുണ്ട്. ഇതെല്ലാം കൂടി അവൻ കള്ളുപിടിച്ച് വന്നിട്ട് ഈ കൊച്ചിൻ്റെ മേത്താണ് തീർക്കുന്നത്. ആ കൊച്ചിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പുറത്തു വിടില്ല. ആ കൊച്ചിൻ്റെ ദേഹത്ത് പോലീസ് പെട്ടെന്ന് പോയി പരിശോധിച്ചാൽ അടി കൊണ്ട പാട് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പോലീസ് അത് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, നമുക്ക് നോക്കാം. അതുകൊണ്ട് പെട്ടെന്ന് ഇന്ന് തന്നെ ഈ വീഡിയോ, ഈ ഒരു പ്രൊഫഷണലാണ് ഇന്ന് നടന്ന സംഭവമാണ്. നമ്മൾ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇരുന്ന് എല്ലാം എഴുതി ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ടാണ് അന്വേഷണം വരുന്നത്. അപ്പോൾ ഈ അടിച്ച പാടും ഒന്നും ഉണ്ടാവില്ല. ഇവരെ ഒരു ആക്ഷൻ എടുക്കില്ല. ഇപ്പോൾ എന്തോരം ഇമെയിലുകളും എന്തോരം പരാതികളും ഈ 6 വർഷം കൊണ്ട് ഞാൻ ചെയ്തു എന്നറിയോ. നമ്മൾ ഒരു മാന്യമായിട്ട് ഇവിടെ ജോലി ചെയ്ത് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കേസ് തുടങ്ങുമ്പോൾ എനിക്ക് കുടുംബമൊന്നുമില്ല. ദൈവം സഹായിച്ച് ഇപ്പോൾ ആ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പം തകർന്നു പോകാതെ ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു. എനിക്കൊരു കുടുംബമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഈ കുടുംബവും നോക്കി ജോലിയും നോക്കി എല്ലാം നോക്കി പോകുമ്പോഴാണ് ഈ സ്ട്രെസ് അവർ തരുന്നത്. നിങ്ങൾ ഒരു കേസ് നടത്താമെന്ന് പറഞ്ഞാൽ സിമ്പിൾ കാര്യമില്ല. 7 കേസുകൾ ഇപ്പോൾ ഒറ്റയടിക്ക് സൈമിൾട്ടേനിയസ്ലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 7 കേസുകൾ. ഇനി കേസ് നടത്തുന്നത് നമ്മൾ സ്ട്രേഞ്ചേഴ്സിനോ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലീസിൻ്റെങ്കിലും സപ്പോർട്ട് ഉണ്ടാവും. ഇത് നടത്തുന്ന എല്ലാം ഫാമിലി മെമ്പേഴ്സിൻ്റെ എതിരെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ഒരു പള്ളി പിരിവിന് വന്ന ഒരു ആൾ, അവനെ എന്താ പറയുക, നമ്മൾ കേസ് ബേബി എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ എൻ്റെ അമ്മേനെ ബലാത്സംഗം ചെയ്തിട്ട് മകനെ ഉണ്ടാക്കി മനഃപൂർവ്വം. ഗോളിയറയൻസ് ഹെൽത്ത് സെൻ്ററിൽ ഫ്രീ ആയിട്ട് നിരോധ് കൊടുത്തുകൊണ്ടിരുന്നതാണ് ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടി. അയാൾക്ക് ആ നിരോധ് ഫ്രീ കിട്ടിയ കൊണ്ടുവന്നിട്ട് എൻ്റെ അമ്മേനെ ബലാത്സംഗം ചെയ്ത് ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു. ഇയാൾ ഇതൊന്നും അല്ലാണ്ട് മനഃപൂർവ്വം കുട്ടീനെ ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ട് ചെയ്തതാണ്. എന്തിനാണ് കുട്ടീനെ ഉണ്ടാക്കിയ ആ പേരും പറഞ്ഞ് പിന്നെ വരാമല്ലോ. ആ പേരും പറഞ്ഞ് പിന്നെയും വന്ന് എൻ്റെ അമ്മേനെ സ്റ്റോക്ക് ചെയ്ത് കുട്ടിയുടെ മുമ്പിൽ നിന്ന് പോലും അയാൾ എൻ്റെ അമ്മേനെ പിന്നെയും ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. അത് കണ്ടു വളർന്നവനാണ് അവൻ, ഈ ആൻ്റണി എന്ന് പറഞ്ഞവൻ. അതുകൊണ്ടാണ് അവന് ചെറിയ വട്ടായിട്ട് പോയത്. ഒരു വട്ടാണ് അവന്. അപ്പോൾ ഇത് കണ്ട ശ്വാസം മുട്ടും ചെവിയാനെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോകാൻ നിൽക്കുന്ന ട്രീസയുണ്ട്. ഈ ട്രീസേനെയും ഇയാൾ കയറി പേടിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ട്രീസയും അമ്മയും ഒരിക്കലും ചേരില്ല. അവർ തമ്മിൽ കംപ്ലീറ്റ് അടിയാണ്. ഇതാണ് സംഭവം. ഇത്രയും എനിക്ക് പറയണം.
നമ്മുടെ പള്ളിയിൽ ഈ പറഞ്ഞ കുടുംബമാണ്, കുടുംബം ബിംബം കുടുംബമാണ് സഭയുടെ അടിത്തറ പറഞ്ഞ് എന്നെ പറ്റിച്ചില്ലേ, ഞങ്ങളെയൊക്കെ പറഞ്ഞ് പറ്റിച്ചില്ലേ. ഞങ്ങളൊക്കെ ചെറുപ്പമായപ്പം പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, കുടുംബ പ്രാർത്ഥന എന്തൊക്കെയാണ് നടത്തിയത്. ദൈവമേ സഹായിക്കുക, നമ്മുടെ കുടുംബം നന്നായിട്ട് പോയിട്ടെ എന്നൊക്കെ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആൾക്കാർ എൻ്റെ അമ്മേനെ വന്നിട്ട് വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മേനെ വന്നിട്ട് ദുരുപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മ കുമ്പസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സ്വർഗസ്വനായ പിതാവും നന്മറമയും ചെല്ലിയെന്ന് പറഞ്ഞു വിട്ടിട്ട് ഈ കുമ്പസാരിച്ച അച്ഛന്മാരെ പോലും എൻ്റെ അമ്മേനെ കയറി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ അമ്മ അനുഭവിച്ച അത്രയും ട്രൗമ വേറെ ഒരു സ്ത്രീ അനുഭവിച്ചിട്ടില്ല. ഈ ട്രൗമ അനുഭവിച്ചിട്ടാണ് ഈ ഇളയ മകൻ ഉണ്ടാക്കി കൊടുക്കാൻ ഈ അമ്മ ഇങ്ങനെ പോണത്. അപ്പോൾ ഇത് ചോദിക്കാനും ഒരു കുടുംബത്തിൽ അനുരചന ഉണ്ടാക്കാനൊന്നും ഒരു മനുഷ്യനും സഹായിക്കുന്നില്ല. ഇല്ല, ഇതാണ് സംഭവം. അപ്പോൾ ഇത് ഞാൻ പച്ചയ്ക്ക് പറയണത്. ഞാനൊരു കാര്യം പറയട്ടെ, കേരളത്തിൽ ഒരു ന്യൂസിലും ഇങ്ങനത്തെ സാധനം കേൾക്കില്ല. കാരണം എന്താ, അതൊക്കെ തേർഡ് പാർട്ടി നടക്കുന്ന കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യമാണ് ലൈവായിട്ട് പറഞ്ഞത്. എൻ്റെ കുടുംബം, എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ, എൻ്റെ അർദ്ധ സഹോദരങ്ങൾ, സഹോദരന്മാർ, ഇവിടെ നടക്കുന്ന കള്ളത്തരാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ പുറകിൽ കളിക്കുന്ന ഭൂമാഫിയയും ഈ പറഞ്ഞ വക്കീൽ മാഫിയയും. എൻ്റെ അപ്പൻ്റെ തറവാട് സ്വത്ത് മാവിലുള്ളത് ഇവന്മാരെല്ലാം കൊണ്ട് വിപ്പിച്ചു. അത് പറഞ്ഞ് വിപ്പിച്ച് പൊട്ടന്മാരത് കേട്ട് വിറ്റു. അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മൂന്നാമത്തെ ഈ അർദ്ധ സഹോദരി ട്രീസ, അവൾക്ക് പാലായിൽ ഒരു വീടുണ്ടായിരുന്നു, അതും ഇവന്മാരെല്ലാം കൊണ്ട് പറഞ്ഞു വിപ്പിച്ചു. ഇതെല്ലാം കൂടി പറഞ്ഞു വിപ്പിച്ച് ഇത് കട്ട് തിന്നാൻ നിൽക്കുകയാണ് ഇവന്മാർ. ഇതിൽ സോണിയ എന്ന് പറഞ്ഞ വക്കീൽ കള്ളത്തരം ചെയ്തിട്ടുണ്ട്. അതിനെതിരെ ബാർ കൗൺസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അത് കള്ളത്തരം കണ്ടുപിടിച്ചിട്ട് ഏൽപ്പിച്ച സൈമൺ ചാക്കോ എന്ന് പറഞ്ഞ പേരും ഏൽപ്പിച്ചു. അയാൾ സോണിയ ചെയ്തതിനെക്കാട്ടും 100 മടങ്ങ് കള്ളത്തരാണ് അയാൾ ചെയ്തത്, സൈമൺ ചാക്കോ. ആലോചിച്ച് നോക്കിയേ. അയാൾക്കെതിരെയും നമ്മൾ എന്താണ് പറയുക, ഈ ബാർ കൗൺസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനിയും കൊടുക്കും. കാരണം നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന രേഖകളുണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ ഇനിയും കൊടുക്കും. ബാർ കൗൺസിൽ എന്താ പറയണമെന്ന് പറയട്ടെ. ഇനി വക്കീലുമാർക്ക് എതിരെ കേസ് കൊടുക്കുന്നത് ബാർ കൗൺസിൽ വെച്ച് അവിടെ അവസാനിക്കുന്നില്ല. ഇതിൽ ഗൂഢാലോചനയുണ്ട്, ഇതിൽ മാഫിയ സ്ട്രക്ചറുണ്ട്, ഓർഗനൈസ്ഡ് ക്രൈമാണ്, ഇതിൽ കോർട്ട് ഓർഡർ കള്ളത്തരത്തിൽ മുക്കിയിട്ടുണ്ട്. ഇവരെല്ലാവരും കൊടുക്കും. സൈമൺ വക്കീൽ ഒരാളുടെ പേരാണ് പറയുന്നത്. കോടതിയിലോ എവിടെയോ വർക്ക് ചെയ്യുന്ന ഒരാളുടെ പേര്, ഗോപി എന്നൊരാളുടെ പേരാണ് ഈ സൈമൺ വക്കീൽ പറയുന്നത്. ഈ ആരാണ് ഈ ഗോപി? ഗോപി എന്ന് പറഞ്ഞ ആൾക്ക് എന്താണ് റോള്? സോണിയ വക്കീലുമായിട്ട് ഗോപിക്ക് എന്താണ് ബന്ധം? സോണിയ വക്കീലിന് കേസ് പിടിച്ചു കൊടുക്കുന്ന ആളാണ് ഗോപി എന്നാണ് സൈമൺ വക്കീൽ പറയുന്നത്. ഗോപിയാണ് അതിൻ്റെ പുറകെ കളിച്ചത്. അല്ലെങ്കിൽ ഇവരെല്ലാവരോടും ഗോപി എന്ന് പറഞ്ഞ ഒരു പേര് പറഞ്ഞ് എന്നെ പറ്റിക്കുകയാണോ? ആരാണ് ഗോപി? സൈമൺ വക്കീൽ എന്തുകൊണ്ട് ഒരു കാര്യങ്ങളും നടത്താതെ ഇത് അപ്പം മരിക്കാനും ഇത് ഇൻഫെക്ഷസ് ആവാനും വേണ്ടി കാത്തുന്നു? ഇൻഫെക്ഷസ് അല്ലാത്തൊരു കേസ് വെറുതെ എന്തിനാണ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ നോക്കിയത്? കുറേ കാര്യങ്ങൾ വരും. കാത്തിരുന്നോ?